ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. ബ്രിട്ടൻ ഇന്ത്യയെ മറികടന്ന് 5ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും ചില പ്രമുഖ മാധ്യമങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന വാർത്തകളാണിതൊക്കെ. ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന്. എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ഇന്ത്യ ശരിക്കും 6ാം സ്ഥാനത്തേക്ക് പോയോ? അതോ ഇതൊരു ടെക്നിക്കൽ കളി മാത്രമാണോ? ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾ യാത്ര പുനരാരംഭിക്കുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ത്യ തകരുകയല്ല, മറിച്ച് ആഗോള പ്രതിസന്ധികൾക്കിടയിലും കുതിക്കുകയാണ് എന്നതിന്റെ തെളിവുകളാണ്. എന്തുകൊണ്ട് രൂപയുടെ മൂല്യം കുറയുന്നു? എന്തുകൊണ്ട് ബ്രിട്ടനും ജപ്പാനും ഇപ്പോൾ മുന്നിലെത്തി? ഇതിലൂടെ കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന ആശ്വാസം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ GDP എന്നും പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നും ഒക്കെ കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യം എത്രത്തോളം സമ്പന്നമാണെന്നും നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് എത്ര സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് ശേഷിയുണ്ടെന്നും അളക്കുന്ന രീതികളാണ് ഇവയൊക്കെ. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കണക്കുകൾ സഹിതമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചിലർ ആഘോഷിക്കുന്നത് പോലെ ഇന്ത്യ തകരുകയല്ല. 2026 ഏപ്രിൽ മാസത്തെ IMF റിപ്പോർട്ട് നമുക്കൊന്ന് കൃത്യമായി പരിശോധിച്ചു നോക്കാം. IMFന്റെ വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് പ്രകാരം ആഗോള GDP റാങ്കിങ്ങിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് മാറിയതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ മറികടന്ന് ജപ്പാൻ 4ാം സ്ഥാനത്തേക്കും ബ്രിട്ടൻ 5ാം സ്ഥാനത്തേക്കും എത്തി എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കുറഞ്ഞതുകൊണ്ടല്ല ഈ സ്ഥാനമാറ്റം സംഭവിച്ചതെന്ന് IMF കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. GDP കണക്കാക്കുന്നത് ഡോളറിലാണ്. 2026 ഏപ്രിലിലെ കണക്കനുസരിച്ച് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 11% ഇടിവ് രേഖപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ മൊത്തം GDP ഡോളറിൽ കണക്കാക്കുമ്പോൾ കുറഞ്ഞു കാണപ്പെടാൻ കാരണമായി. ഇതേ കാലയളവിൽ ബ്രിട്ടീഷ് പൗണ്ടും ജാപ്പനീസ് യെനും ഡോളറിനെതിരെ കരുത്താർജിച്ചു. ബ്രിട്ടൻ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കരകയറിയതും അവർക്ക് അനുകൂലമായി. ഈ റിപ്പോർട്ട് ഇന്ത്യയുടെ തകർച്ചയായി കാണേണ്ടതില്ല എന്ന് IMF തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയുടെ റാങ്കിങ്ങിൽ മാറ്റം വരാൻ മറ്റൊരു പ്രധാന സാങ്കേതിക കാരണം കൂടിയുണ്ട്. അതാണ് GDP കണക്കാക്കുന്ന അടിസ്ഥാന വർഷത്തിൽ വരുത്തിയ മാറ്റം. സാധാരണയായി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അളക്കുന്നത് ഒരു നിശ്ചിത വർഷത്തെ വിലയിരുത്തലുമായി താരതമ്യം ചെയ്താണ്. ഇത്രയും കാലം ഇന്ത്യ 2011-12 വില നിലവാരത്തെയാണ് അടിസ്ഥാനമാക്കി കണ്ടിരുന്നത്. എന്നാൽ 2026 ഫെബ്രുവരിയിൽ സർക്കാർ ഇത് പരിഷ്കരിക്കുകയും പുതിയ അടിസ്ഥാന വർഷമായി 2022-23 നിശ്ചയിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പുതിയ വർഷത്തിലേക്ക് മാറുമ്പോൾ കണക്കുകൾ കൂടുതൽ കൃത്യമാകും. ഉദാഹരണത്തിന് 2021 ഇല്ലാത്ത പല പുതിയ വ്യവസായങ്ങളും ഡിജിറ്റൽ ഇടപാടുകളും ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇവയെല്ലാം പുതിയ കണക്കിൽ ഉൾപ്പെടുത്തുമ്പോൾ GDP കണക്കാക്കുന്ന രീതിയിൽ ചെറിയ വ്യതിയാനങ്ങൾ വരും. ഇത് റാങ്കിങ്ങിൽ താൽക്കാലികമായ ചില മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക ശക്തി ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഈ മാറ്റം അത്യന്താപേക്ഷിതമാണ്. 2028-30 കാലഘട്ടത്തിൽ ഇന്ത്യ ജപ്പാനെയും ജർമ്മനിയെയും മറികടന്ന് ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഇതേ റിപ്പോർട്ടുകൾ തന്നെ പ്രവചിക്കുന്നു. റാങ്കിങ്ങിലെ ഈ മാറ്റത്തിന് പിന്നിൽ കേവലം സാങ്കേതിക കാരണങ്ങൾ മാത്രമല്ല, ആഗോളതലത്തിൽ നമ്മൾ നേരിടുന്ന ചില കടുത്ത പ്രതിസന്ധികൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എണ്ണവില. നമുക്കറിയാം, ഇന്ത്യയുടെ ഇന്ധന ആവശ്യത്തിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചു. എണ്ണ വാങ്ങാൻ നമ്മൾ കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ തളർത്തുന്നു. ഈ വിലക്കയറ്റമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടതിലൂടെ പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്ന് നാം ഓർക്കണം. രണ്ടാമത്തെ തിരിച്ചടി നിക്ഷേപകരുടെ പിന്മാറ്റമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധഭീതി ഉണ്ടായാൽ വലിയ നിക്ഷേപകർ അവരുടെ പണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റും. ഈ അനിശ്ചിതാവസ്ഥ മൂലം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് അമേരിക്കൻ ഡോളറിലേക്ക് നിക്ഷേപം മാറ്റുകയാണ്. 2026 ഏപ്രിൽ ആദ്യ പകുതിയിൽ മാത്രം ഏതാണ്ട് 48,000 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതായത് ഒരു വശത്ത് എണ്ണവില കൂടുന്നത് മൂലമുള്ള ആഘാതം, മറുവശത്ത് നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് മൂലമുള്ള പ്രതിസന്ധി. ഇവ രണ്ടും ചേർന്നാണ് രൂപയുടെ മൂല്യം കുറയാനും താൽക്കാലികമായി നമ്മുടെ റാങ്കിങ്ങിൽ മാറ്റം വരാനും കാരണമായത്. പക്ഷേ
ഈ പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ വീണ്ടും യാത്ര തുടങ്ങുന്നു എന്നത് ഇന്ത്യയുടെ അതിജീവനത്തിന്റെ വലിയൊരു അടയാളമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ റാങ്കിങ്ങിൽ ഉണ്ടായ മാറ്റം വെറും സാങ്കേതികമാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 11% ഇടിഞ്ഞപ്പോൾ അത് നമ്മുടെ GDP കണക്കുകളെ ബാധിച്ചു. എന്നാൽ ഓർക്കുക, ഇതേ റിപ്പോർട്ട് തന്നെ പറയുന്നു വരും വർഷങ്ങളിൽ ലോകത്തെ മൂന്നാമത്തെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന്. അതുകൊണ്ട് ഈ 6ാം സ്ഥാനം എന്നത് ഒരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. എന്നാൽ ഇതിലൊന്നുമല്ല യഥാർത്ഥ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്. പല മാധ്യമങ്ങളും നിങ്ങളോട് പറയാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന മറ്റൊരു കണക്കുണ്ട്. നമ്മൾ നോമിനൽ GDP-യിൽ 6ാമതാണെന്ന് പറഞ്ഞ് ചിലർ ആഘോഷിക്കുമ്പോൾ IMF-ന്റെ അതേ റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് കാണാം. അതാണ് GDP പർച്ചേസിംഗ് പവർ പാരിറ്റി. എന്താണ് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി? അതായത് $1 കൊടുത്ത് അമേരിക്കയിൽ വാങ്ങാൻ കിട്ടുന്ന അതേ സാധനം ഇന്ത്യയിൽ എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് നോക്കുന്ന രീതി. ഉദാഹരണത്തിന്, അമേരിക്കയിൽ ഒരു ബർഗറിന് $5 ആണെങ്കിൽ അതേ നിലവാരമുള്ള ബർഗർ ഇന്ത്യയിൽ 100 രൂപയ്ക്ക് കിട്ടിയേക്കാം. ഇവിടെ നമ്മുടെ രൂപയുടെ പവർ കൂടുതലാണ്. ഇതാണ് PPP എന്ന് പറയുന്നത്. ഈ കണക്കിലാണ് ഇന്ത്യ ലോകത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ കണക്ക് പ്രകാരം ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. അതെ, ചൈനയ്ക്കും അമേരിക്കയ്ക്കും തൊട്ടു പിന്നാലെ 18.9 ട്രില്യൺ US ഇന്ത്യ 3ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്നു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക കരുത്ത് അളക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിലൂടെയാണ്. നോമിനൽ GDP എന്നത് കറൻസികളുടെ മൂല്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഡോളറിനെതിരെ രൂപയ്ക്ക് ചെറിയ തളർച്ച ഉണ്ടായതുകൊണ്ടാണ് നോമിനൽ കണക്കിൽ ഇന്ത്യ പിന്നോട്ട് പോയത്. എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയും ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും എത്രത്തോളം കരുത്തുറ്റതാണ് എന്നതിന്റെ തെളിവാണ് ഈ 3ാം സ്ഥാനം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക്, അതായത് 6.5% ഇപ്പോഴും നിലനിർത്തുന്നത് ഇന്ത്യയാണ്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഇന്ത്യ അതിവേഗം കരകയറിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ആഗോള അനിശ്ചിതാവസ്ഥയും മറികടന്ന് ഇന്ത്യ കുതിക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾ വീണ്ടും പായുമ്പോൾ അത് കേവലം ചരക്ക് നീക്കമല്ല, നമ്മുടെ ഈ വാങ്ങൽ ശേഷിയെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ഇന്ധനമാണ്. എണ്ണവില നിയന്ത്രിക്കപ്പെടുന്നതോടെ വിപണിയിൽ ആശ്വാസം വരികയും അത് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാരന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് മാധ്യമങ്ങൾ നൽകുന്ന പകുതി വെന്ത വാർത്തകൾ കണ്ട് ആരും പരിഭ്രമിക്കേണ്ടതില്ല. ഇന്ത്യ തളരുകയല്ല, താൽക്കാലിക തടസ്സങ്ങൾക്കിടയിലും ലോകത്തെ 3ാമത്തെ വലിയ ശക്തിയായി കുതിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ പതിറ്റാണ്ടിന്റെ അവസാനത്തോടെ നോമിനൽ GDP-യിലും ഇന്ത്യ 3ാമത്തെ ശക്തിയായി മാറുമെന്ന് IMF തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നാം തിരിച്ചറിയണം, സാമ്പത്തിക കണക്കുകൾ കേവലം അക്കങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. ഇന്ത്യ ലോകത്തെ 6ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്ന് കേട്ട് നിരാശപ്പെടേണ്ടതില്ല. കാരണം യഥാർത്ഥ വാങ്ങൽ ശേഷിയിൽ നമ്മൾ 3ാം സ്ഥാനത്ത് തന്നെയാണ്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന താൽക്കാലിക തളർച്ചയ്ക്ക് പിന്നിൽ ആഗോള യുദ്ധ സാഹചര്യങ്ങളും രൂപയുടെ മൂല്യത്തിലും ഉണ്ടായ വ്യതിയാനങ്ങളും പോലുള്ള സാങ്കേതിക കാരണങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ അത് നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഇന്ത്യ അതിജീവിക്കും. ഈ കപ്പലുകൾ കൊണ്ടുവന്ന ഇന്ധനം നമ്മുടെ വിപണികളിൽ വിലക്കയറ്റം തടയാനും കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും കീശ സുരക്ഷിതമാക്കാനും സഹായിക്കും. 2030 നോമിനൽ GDP-യിലും ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് ഉയരുമെന്ന IMF-ന്റെ പ്രവചനം വെറുതെയല്ല. അത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും ഫലമായിരിക്കും. മാധ്യമങ്ങൾ പറയാത്ത ഈ മറുവശം നിങ്ങൾക്കും ബോധ്യപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് എല്ലാവരും അറിയട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.